വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ മാർച്ച് 5-ന് കലങ്കമെഴുത്തി സമരം നടത്തുമെന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ. ഭൂമി തരം മാറ്റത്തിലൂടെ ലഭിച്ച 1606 കോടി രൂപ നെല്ല് സംഭരണ വില നൽകാനായി ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്നും തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 വർഷമായി സർക്കാർ കർഷകരെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് മോഹിപ്പിച്ച സർക്കാർ പിന്നീട് കർഷകരെ വഞ്ചിച്ചുവെന്നും തങ്കപ്പൻ പറഞ്ഞു. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം കേരളം ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുകയാണ്. വന്യജീവി ആക്രമണ ഭീഷണിയിൽ പാടത്തുപോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. വന്യമൃഗാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്കും കൃഷി നശിച്ചവർക്കും ഒരു സഹായവും ലഭിക്കുന്നില്ല. കൃഷിക്കായി നിർമ്മിച്ച മലമ്പുഴ ഡാമിലെ വെള്ളം കർഷകർക്ക് നൽകാതെ ബ്രൂവറിക്ക് നൽകാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളിയാറിൽ നിന്ന് അർഹതപ്പെട്ട വെള്ളവും നേടിയെടുക്കുന്നില്ല. കടത്തിൽ ജീവിക്കുന്ന കർഷകൻ കടത്തിൽ മരിക്കേണ്ട സ്ഥിതിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന കലങ്കമെഴുത്തൽ സമരത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ, മുൻ പ്രസിഡന്റ് K. മുരളീധരൻ, AP അനിൽകുമാർ എന്നിവർ പങ്കെടുക്കുമെന്നും തങ്കപ്പൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് മാറ്റണമെങ്കിൽ കേരള ഗവൺമെന്റിലെ കൊടുക്കേണ്ടത്, ഞങ്ങളെ പോലെ കൊടുത്തിട്ട് കാര്യമല്ലോ. ഇതൊക്കെ എത്ര പരാതി കൊടുത്തിരിക്കുന്നു. കൊടുക്കണം, ഗവൺമെന്റ് കൊടുക്കണം. MP മാത്രമല്ല, കേരള ഗവൺമെന്റിന് എടുത്തു കൊടുക്കണം. ഇവരുടേതായിട്ടുള്ള വിവേചന അധികാരം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ചെയ്യണം. പക്ഷെ ഇത് നിരന്തരമാണ്. ഇന്ന് കണ്ണൂർ പന്നി കെട്ടി മരിച്ചു. ഇന്നലെ നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം. പറ്റുമെങ്കിൽ വന്നോ. എൻ്റെ മതിലിനെ തൊട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ, തൊട്ടങ്ങനെ കിടക്കുക. അങ്ങനെ അവിടെ നിന്ന് ഒരു കിഴങ്ങ് വറുക്ക് വിടാൻ പറ്റില്ല. ഇട്ട അപ്പം പോവും. നാളികേരം താഴെ ഇട്ടാൽ നമുക്ക് കിട്ടുന്ന വിചാരിക്കും. ഇല്ല, അവൻ നന്നായി എടുത്തിട്ട് പോവും. അങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നമുക്ക് അമ്പലത്തിലുള്ള നാളികേരത്തെ പോലെ ഒരു രോമം പോലും ഉണ്ടാവില്ല, അത് തഴുന്നു പോയെങ്കിൽ. അങ്ങനെ പന്നിയുടെ ശല്യം വളരെ കൂടുതലാണ്. പിന്നെ ഈ ഭാഗത്ത് ആന, ധോണി ഭാഗത്ത്, ഈ ഭാഗത്തൊക്കെ മണ്ണാക്കിടന്നും ആ കൃഷി ചെയ്യാൻ പറ്റില്ല. മംഗൽ ഡാം ഏരിയയിൽ 1-2 മരണം കഴിഞ്ഞു. വീണ്ടും ഭയത്തിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പരിഹാരം കാണാൻ ഗവൺമെന്റ് മുന്നിൽ നിൽക്കണം. കൃഷിക്കാരോട് എന്ത് അവഗണിച്ചാലും സഹിക്കുമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ധാരണ. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ശിവരാജൻ, DCC ജനറൽ സെക്രട്ടറി V. രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.